ഹായ് ബഡീസ്, ഇതെൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് വീഡിയോ ആണ്. ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1-2 ആഴ്ച അടുപ്പിച്ചാവുന്നതേ ഉള്ളൂ. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനിയും ഞാൻ ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ റിതുവിന് വേണ്ടിയിട്ട് ആദ്യം പർച്ചേസ് ചെയ്ത കുറച്ച് പ്രോഡക്റ്റ്സ് എല്ലാവരും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതെന്ന് വെച്ചാൽ ന്യൂ മംസിന് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന പ്രോഡക്റ്റ്സാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, ഞാൻ ആദ്യം റിതുവിന് പർച്ചേസ് ചെയ്തത് ഈ ഒരു ഫാനാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇതിന് 3 മോഡുണ്ട് ഫാനിന് സ്പീഡ് കൂട്ടാനായിട്ട്. 1, 2, 3. ഏറ്റവും മൂന്നാമത്തേന് നല്ല ഹൈ സ്പീഡാണ്. പിന്നെ ഇതിൻ്റെ കൂടെ 2 ലൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നുണ്ട്. ഒന്ന് ഹൈയും ഒന്ന് ലോവും. അപ്പോൾ നമുക്ക് കറണ്ട് പോകുമ്പോഴൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 2 ബാറ്ററി ഇതിൻ്റെ കൂടെ തന്നെയായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ചാർജിങ് മോഡും ഇതിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് മൈക്രോ USB ടൈപ്പും ഉണ്ട്. നമുക്ക് റൗണ്ട് മറ്റേ നോക്കിയ ഫോണിൻ്റെയൊക്കെ ആ ടൈപ്പും ഉണ്ട്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഇപ്പം ഒരു 6-7 മാസത്തോളമായിട്ടുണ്ട് പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു കുഴപ്പമില്ല. പിന്നെ ഇവൻ്റെ ലോണ്ട്രി വാഷിങ്ങിന് ഞാൻ യൂസ് ചെയ്തത് നമ്മുടെ ബേബി ഹഗ്ഗിൻ്റെ ഡിറ്റർജൻ്റാണ്. അവൻ്റെ സ്കിൻ ഫ്രണ്ട്ലിയാണ്. ഇതുവരെ അവന് വേറെ ഇറിറ്റേഷൻസ് ഒന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അവൻ്റെ ഫീഡിംഗ് ബോട്ടിലെല്ലാം ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്ത ബേബി ഹഗ്ഗിൻ്റെ തന്നെ പ്രോഡക്റ്റാണ്. ആദ്യത്തെ ഒരു കുപ്പി കഴിഞ്ഞു 1 ലിറ്ററിൻ്റെത്. അതിനുശേഷം 500 വെച്ച് 2 കവർ ടൈപ്പ് ഞാൻ പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇത് ഇപ്പം നമ്മൾ ട്രാവൽ ടൈമിൽ കുഞ്ഞുങ്ങൾക്കുള്ള ഫോർമുല കീപ്പ് ചെയ്യാനായിട്ടുള്ളൊരു ബോക്സാണ്. ഇത് ഒരുപാട് യൂസ്ഫുള്ളാണ്. നമുക്ക് ട്രാവൽ ടൈമിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പം പ്രീമച്ചർ ആയതുകൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് പ്രീനാനാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോഴും നമുക്ക് ബോക്സ് കിട്ടുമായിരുന്നു. അതിനുശേഷം ബോക്സ് ഇല്ലായിരുന്ന ടൈമിൽ ഞങ്ങൾ പർച്ചേസ് ചെയ്തിരുന്നതാണ്. ഇത് ഒരു കവർ ഫോർമുല ഇതിനകത്ത് കീപ്പ് ചെയ്യാൻ പറ്റും. ഫീഡിംഗ് ബോട്ടിൽ ഞാൻ മെയിനായിട്ട് പർച്ചേസ് ചെയ്തത് ലൗലാപ്പിൻ്റെ ബേബി ഹഗ്ഗിൻ്റെയാണ്. ഒരുപാട് ബോട്ടിലും പർച്ചേസ് ചെയ്തായിരുന്നു ഇതിൻ്റെ ഇടയിൽ. പക്ഷേ എനിക്ക് കുറച്ച് ക്വാളിറ്റി ഉള്ളതും അവന് കുറച്ചുകൂടെ നല്ലതായിട്ടും എനിക്ക് തോന്നിയത് ഇത് രണ്ടുമാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അടുത്ത് ഞാൻ പർച്ചേസ് ചെയ്തത് നമ്മുടെ ഫീഡിംഗ് ബോട്ടിൽ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷാണ്. ബ്രഷ് നമ്മൾ നോർമൽ ബ്രഷ് ഇട്ട് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മളെ മിൽക്കിൻ്റെ പൊടിയും കാര്യങ്ങളും തുമ്പറ്റത്ത് പറ്റിപ്പിടിച്ചിരുന്ന അങ്ങനത്തെ പ്രോഡക്റ്റ്സൊക്കെ നമുക്ക് പോകത്തുള്ളൂ. ഈ ഒരു ബ്രഷ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് സൈഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വൈറ്റ് പൊടിയും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും. ബോട്ടിൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ നമ്മളെ നിപ്പിൾ ക്ലീനറാണിത്. ഇതിൻ്റെ തുമ്പറ്റം റൗണ്ട് ചെയ്ത് മടക്കിയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അകത്ത് കയറ്റാം. കീറിപ്പോകുന്നുള്ളൊരു പേടി നമുക്ക് വരത്തില്ല. ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ ഞാൻ പിന്നെ പർച്ചേസ് ചെയ്ത സാധാ ഒരു ബ്രഷാണ്. അതായത് നമ്മുടെ ക്യാപ്പിൻ്റെയും ബോട്ടിലിൻ്റെയും സൈഡിലത്തുള്ള ഇതൊക്കെ പൊടിയെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഹൈജീനിക്ക് ഒരിക്കലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ബോട്ടിലിൻ്റെ എല്ലാ പാർട്ടും നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അവർക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ക്ലീൻ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ഫീഡിങ് കഴിയുമ്പോഴും നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. ഇത് ഞാൻ മുമ്പ് പർച്ചേസ് ചെയ്ത ഒരു ബ്രഷാണ്. ഇതിൻ്റെ തുമ്പ് കണ്ടോ ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മൾ ബോട്ടിലിനകത്തോട്ട് കയറ്റുമ്പോഴത്തേക്ക് ഇത് കീറിപ്പോകാനായിട്ട് ചാൻസ്. അതുകൊണ്ട് ഇങ്ങനത്തെ ബ്രഷാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വൈപ്സ് യൂസ് ചെയ്യുന്നത് ബേബി ഹഗ്ഗിൻ്റെ തന്നെയാണ്. ഞാൻ വേറെ വൈപ്സൊക്കെ യൂസ് ചെയ്ത് നോക്കി. അപ്പം അതിന് ഒരുപാട് ഇറിറ്റേഷൻ പോലെയൊക്കെ ചിലതൊക്കെ തോന്നി. ഞാൻ ഇപ്പോൾ കറലി യൂസ് ചെയ്യുന്നതാണ്. ഇതവന് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ നെയിൽ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം നെയിൽ കട്ടർ. അത് യൂസ് ചെയ്തിരുന്നത് വേറൊരു മോഡലും ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതാ കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയത്. പിന്നെ ഷേപ്പ് ചെയ്യാനായിട്ടും ഇതും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടോ. ഇപ്പോഴും ഞാൻ ഇത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത പ്രോഡക്റ്റ് ബേബി നേസൽ ആസ്പിറേറ്ററാണ്. ഇത് ഏറ്റവും മസ്റ്റായിട്ട് വാങ്ങിക്കേണ്ട ഒരു പ്രോഡക്റ്റാണെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ 2-3 മാസം വരെ മൂക്കിൽ പാല് കയറ്റും. ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അതെനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ തെർമോമീറ്റർ. ഇതിൻ്റെ ഉപയോഗം പിന്നെ ഞാനായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും നമുക്ക് പേടിയാണ് പനിയുണ്ടോ എന്ന്. ആ ടൈമിലൊക്കെ നമുക്ക് ഹെൽപ്പാണ്. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇത് ഡ്രോപ്പർ അറിയാമല്ലോ, മെഡിസിനൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടില്ല. ഇത് പിന്നെ ചെവിയിലോ മൂക്കിലോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് എടുക്കാനാണ്. ഇത് ഞാൻ ഇതുവരെ യൂസൊന്നും ചെയ്തിട്ടില്ല. അടുത്തത് ബ്രഷും കോംബോ ആണ്. ബ്രഷാണ് ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ചീപ്പ് ഞാൻ റെയറായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ 6 മന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ടാണ് കേട്ടോ ആ കോലത്തിൽ. അതിൻ്റെ തുമ്പറ്റം കണ്ടോ, അതായത് അവരുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ട് ഭയങ്കര അവർക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തേക്കുന്ന കോംബോ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഞാൻ റിതുവിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള സ്കിൻ പ്രോഡക്റ്റ്സ് എല്ലാം സെബാമെഡിൻ്റെതാണ് ഒട്ടുമിക്കതും. പക്ഷേ ഈ പൗഡർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഷാംപൂ സെബാമെഡിൻ്റെ. എൻ്റെ സ്കിൻ പ്രോഡക്റ്റ് അത്യാവശ്യമുള്ളതെല്ലാം സെബാമെഡിൻ്റെ തന്നെയാണ്. പിന്നെ ബോഡി വാഷ് ഏകദേശം തീരാറായിട്ടുണ്ട്. അതേപോലെ തന്നെ ബോഡി മിൽക്ക്, അതും ഏകദേശം അത് ഇടയ്ക്ക് കുളിപ്പിച്ചതിന് ശേഷം വല്ലപ്പോഴും ഇട്ടുകൊടുക്കും. പിന്നെ ഹെയർ ഓയിൽ ഞാൻ സമേതയുടെയാണ് യൂസ് ചെയ്തത്. ഞാൻ സമേതയുടെ പോസ്റ്റ്നേറ്റൽ കെയറിന് വേണ്ടി പോയത്. അപ്പം ഹെയർ ഓയിലും ബോഡി ഓയിലും അതാ ഫസ്റ്റ് യൂസ് ചെയ്തത്. അതിനുശേഷം പിന്നെ ഞാൻ കോട്ടയ്ക്കൽ നിന്നാണ് വാങ്ങിച്ച ബേബി ഓയിൽ. അതിപ്പോൾ പർച്ചേസ് ചെയ്യണം.
പിന്നെ ഉള്ളത് പിന്നെ അവിടെ നിന്ന് ഒരു സോപ്പ് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇപ്പോൾ തീർന്നു, യൂസ് ചെയ്യുന്നില്ല. ഡയപ്പർ ബേബി ഹഗിൻ്റെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണെന്ന് ചോദിച്ചാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അല്ലാതെ ഒരു 3 to 4 hours ഇത് ഞാൻ മാറ്റി കൊടുക്കും വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്ക്. പക്ഷേ പുറത്ത് പോകുന്ന ടൈമിൽ ഞാൻ പാമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം.